ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ കൊണാമി പുതിയൊരു പാക്ക് നമ്മുടെ ഈ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ നാഷണൽ സ്റ്റാർസ് 1994 പറഞ്ഞ പാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ബ്രസീൽ വേൾഡ് കപ്പ് അടിച്ച വർഷം ഉണ്ടല്ലോ, സോ അതിൻ്റെ ഒരു പാക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ റൊമാരിയോ, ബാജിയോ, മത്യൂസ് പറഞ്ഞ കാർഡ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ മറ്റേ ബാജിയോടെ കഥകളൊക്കെ കേട്ടത്. ബാജിയോ പെനാൽറ്റി പുറത്തേക്ക് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണത്, മോൾക്കൂടെ അടിച്ചിട്ട് നിൽക്കണതൊക്കെ ഭയങ്കര വിഷമിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ആളുടെ സിറ്റുവേഷൻ അപ്പോൾ ആലോചിക്കാം. സോ ആ ഒരു കൊല്ലത്തെ കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് റൊമാരിയോ ഉണ്ട്, ബാജിയോ ഉണ്ട്, മത്യൂസ്, ഫിനോൾ ഫിനിഷിംഗ് പ്ലസ് മാച്ച് ഫീച്ച് ആയിട്ടാണ് നമ്മുടെ റൊമാരിയോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് മാച്ച് ഫീച്ച് ആയിട്ടാണ് നമ്മുടെ ബാജ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോങ് റേറ്റ് ടാക്കിൾ പ്ലസ് ലോ സ്ക്രീമർ ആയിട്ടാണ് മത്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 കാർഡും ടോപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ഷൂറായിട്ട് കൊണ്ടൊരു പാക്കാണ് ഇത്. കാരണം മത്യൂസ് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ തന്നെ ബെസ്റ്റ് ഒരു ബോക്സ് പ്ലെയർ ആണ്, ഒരു രക്ഷാത മിഡ്ഫീൽഡർ ആട്ടോ. അതുപോലെ തന്നെ ബാജ് നോക്കുകയാണെങ്കിൽ ക്ലാസിക് നമ്പർ 10 ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്നാലും കിടിലൻ പ്ലെയർ ആണ്. ഡ്രിബിളിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, പാസിംഗ് ആയിക്കോട്ടെ, സ്പീഡ്, ഫിനിഷിങ് എല്ലാം കൊണ്ടൊരു കിടിലൻ പ്ലെയർ ആണ് ബാജിയോ. പിന്നെ റൊമാരിയോ നമുക്ക് അറിയാലോ, റൊമാരിയോ ടോപ്പ് പ്ലെയർ ആണ്, കിടിലൻ സെൻറ്റർ ഫോർവേഡ്. ആൾ വന്നിരിക്കുന്നത് ഗോൾ പോച്ചറായിട്ട് തോന്നുന്നുണ്ട്. അതെ, ഗോൾ പോച്ചറിനാണ്. അപ്പോൾ നമ്മുടെ ബ്രസീലിനൊക്കെ വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് അയച്ചൊരു പുള്ളിയാണ് നമ്മളുടെ റൊമാരിയോ കേട്ടോ. സോ 3 കാർഡും ടോപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ്സ് ഒന്നുമില്ലെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു പാക്കാട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ പക്ഷേ ഇന്ന് ഈ പാക്കല്ല പോണത്. നമ്മളിന്ന് പോണത് നമ്മളുടെ ഇച്ചിരി 2006 പാക്ക് ഇറക്കാനാട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതെന്തായാലും സ്പിൻ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലൻ ബ്രോഡ് അക്കൗണ്ടിലാണ്. ഇപ്പോൾ എന്തായാലും ആൾക്ക് ഈ ഇറ്റലിയുടെ പാക്ക് ഉണ്ടല്ലോ, സോ ഇതിന്ന് ആൾക്ക് ഈ ബഫണും അതുപോലെ തന്നെ പിർലോ ഈ 2 പേരെ വേണമെന്നുണ്ട്. സാംറോട്ട വേണ്ട കേട്ടോ, ഓൾറെഡി വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ 2 പേരാണ് ആൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു, ബ്രോ എന്തായാലും കറക്ക് നോക്കാം, കിട്ടുമോ ഇല്ലയോ നോക്കാം. 13,000 കോരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കിട്ടും എന്നാണ് പ്രതീക്ഷ. ആൾ പറയുന്ന ആളുടെ അക്കൗണ്ടും വലിയ ലെക്കൊന്നും ഇല്ല എന്നാണ്. എന്തായാലും നമുക്ക് ലെക്ക് കൊണ്ടിരിക്കാം. അപ്പോൾ ഈ പാക്ക് എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന്ന് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ പാക്ക് എടുക്കാം. അതിനിടയ്ക്ക് ചിലപ്പോൾ ഫ്രാൻസ് പാക്ക് ഒന്ന് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിൽ ഇറക്കിയിടാം. 3ാമത്തെ സ്പിന്നിൽ, 4ാമത്തെ 5ാമത്തെ സ്പിന്നിൽ സ്റ്റാർ ഫുള്ള് ബ്ലാക്ക് ചേനാ 3 എണ്ണത്തിന് അടിച്ച്. എന്ത് ലെക്കാലേ. അത് പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ ഇറക്കിയതാണ്. എൻ്റെ കയ്യിൽ IOS ഉള്ളതുകൊണ്ട് അപ്പോൾ IOS കോയിനെ മേടിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കിയതാണ്. 3 എണ്ണം കിട്ടി ഓന്. എന്താ പറയുക, നമ്മളൊക്കെ ഇറക്കുകയാണെങ്കിൽ ഒരു തേങ്ങയും തരില്ല നമ്മുടെ അക്കൗണ്ടിൽ. ഓൻ്റെ അക്കൗണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഞാൻ എപ്പോൾ ഇറക്കിയാലും ഓനടിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും കൊടുക്കാം. ബഫണും പിർലോയും ആട്ടോ ടാർഗറ്റ്. അപ്പോൾ 2 പേരും മൂപ്പർക്ക് വേണമെന്ന് പറഞ്ഞ്. സോ ക്യാൻസൽ 900 കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ടൈമിന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ലാഭമായി. അപ്പോൾ CMF ആണ്, പിർലോ DMF അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫീച്ചേർഡ് കാർഡാണ് കേട്ടോ, ബേസ് കാർഡാണ് അല്ല ഫീച്ചേർഡ് കാർഡാണ് വന്നിരിക്കുന്നത്. പിസി നിക്കോളോ പിസി പറഞ്ഞ പ്ലെയറാണ് കേട്ടോ നമ്മുടെ ഇറ്റലിയുടെ. ഇറ്റലി വേൾഡ് കപ്പിനില്ല, റിലീസ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ട്രൈ പോവാം. നമുക്ക് 2 ടാർഗറ്റിനെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. തരുമോയെന്നറിയില്ല, തരുമായിരിക്കുമല്ലേ, ഇത്ര കോയിനുള്ളതല്ലേ. കോയിൻ കൂടും തോറും പ്രോബിലിറ്റി കൂടുതലാണ് പതിവ്, അതങ്ങനെയാണ്. പക്ഷെ ഞാൻ കറക്കുമ്പോൾ നേരെ തിരിച്ചാ. ഇപ്പം എന്തായാലും അടുത്ത സ്പിന്ന് കൊടുക്കാം നമുക്ക്. 900 എഗെയിൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഗോൾ കീപ്പറാണ്. എടാ അത് ഗോളി ബഫണ്ണല്ലേ? ആ ബഫണ്ണെ ഗൈസ്. അപ്പോൾ എടാ പോടാ, ഇവിടെ ജയിക്കാൻ കഴിച്ചിട്ട് അവിടെ പെച്ചിക്കല. സാംറോട്ടനും തരില്ല കേട്ടോ, തമാശ കളിക്കല്ലേ മച്ചു. ഓക്കെ, അത് ബഫണ്ണാടാ. സമാധാനമായി ഗൈസ്. അപ്പോൾ ബഫണ്ണെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 2ാമത്തെ സ്പിന്നിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ മെയിൻ ടാർഗറ്റ് പറയുന്നൊരു പ്ലെയറാണ് നമ്മുടെ ബഫൺ. സമാധാനം. ഇപ്പം എന്തായാലും സ്പിന്നിലെ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് സ്പിന്നിലെ കിട്ടിയിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ ബാക്കിയുള്ള പ്ലേസിനൊക്കെ. ഓക്കെ, പിന്നെ അടുത്ത സ്പിന്നിൽ നമുക്ക് അവരും കൂടി കിട്ടിയതിനെ സമാധാനമായി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം, അല്ല അടുത്ത പാക്കിലേക്ക് പോവാം. പിന്നെ പിർലോയാണ് ടാർഗറ്റ്. ഓക്കെ, പിർലോ 3 വട്ടം തൊട്ടുണ്ട് പിർലോന്. പിർലോ ഈ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്തായാലും ക്യാൻസൽ കൊടുക്കാം. ഇതിൽ പിർലോനോട് കിട്ടിയിട്ട് അടിപൊളി കേട്ടോ, ഒന്നും പറയില്ല. മുത്തേ പൊളിച്ച്. വീണ്ടും CMF ആണ് കേട്ടോ, ഇറ്റലിയുടെ CMF തന്നെയാണ്. ഇറ്റലി മാത്രമേ ഉള്ളൂ ഫീച്ചേർഡ് പറഞ്ഞ പോലെ. ഫീച്ചേർഡ് കാർഡാ. ശേ, ബറല്ലേനെ കിട്ടിക്കണം. നിക്കോ ബറല്ല. എടാ ബറല്ലൊന്നും ഇല്ലാത്ത വേൾഡ് കപ്പിൽ. ശേ,
ചെക്കനൊക്കെ ടോപ്പ് പ്ലെയറാ. എന്താ യോഗ്യത നേടാൻ മടിച്ചിട്ടേ, എന്താ പറയുക. ഇവിടെ ഒരു കളി പോലും ജയിക്കാണ്ട് നമ്മുടെ സ്വീഡൻ യോഗ്യത നേടി. അത് മറ്റേ UEFA നേഷൻസ് ലീഗിൻ്റെ റൂൾ പ്രകാരം കയറിയതാട്ടോ, വേറെ ഒന്നല്ല. അവർ പ്രൊമോട്ടായ ശേഷം അതിലുണ്ട് പ്രൊമോട്ടായി കഴിഞ്ഞാൽ കയറാമെന്ന്. സോ അങ്ങനെ കയറി പ്ലേ ഓഫിക്ക് പോകാമെന്ന്. എന്തായാലും കുഴപ്പമില്ല, യോഗ്യതയില്ല. യോഗല്ല ഇറ്റലിക്ക്. എല്ലാവരും പറയുന്നത് മട്രാസിയുടെ ആ ഇതിലെ സിദ്ധാന്ത ശാപം എന്നാണ്. അതും വേണമെങ്കിൽ കണക്കാക്കാം. ഓക്കെ, ഇല്ലായ്മ കാണിച്ചിട്ടല്ലേ. ലെറ്റ്സ് ഗോ ബ്രദർ. വലിപ്പിക്കല്ലേ ബ്രദർ പ്ലീസ്. സാധനം പെട്ടെന്ന് അത്ര നല്ലത്. ഒന്നുമില്ലടാ. സ്കൽവാനി അടുത്തതും പോയടാ. ഇതിൽ ഫുള്ള് ഇറ്റലിക്കാരനെ ഉള്ളൂല്ലേ, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ഇറ്റലി കളിക്കുന്ന ക്ലബ്ബത്തെ പ്ലേസ് മാത്രമാവൂലേ? അതെ. എന്നാലും എൻ്റെ പിർലോ അന്നേം കൂടി കിട്ടിയാൽ നമുക്ക് ഈ പാക്ക് ഇവിടെ നശിപ്പിക്കാം, അല്ല നിർത്താം, സോറി. അപ്പോൾ ഇന്നലെ അറിഞ്ഞൂലോ ജർമ്മനി 7-1 ജയിച്ചത്. കൊണ്ടത് കുർസാവൊക്കെ ആണെങ്കിലും നമുക്കിട്ട ലൂക്ക് അത്. പക്ഷേ കുഴപ്പമില്ല, 2014 ഒരു ഓർമ്മപ്പെടുത്തലായി, വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ വീണ്ടും തേക്കൽ തന്നെ തോന്നുന്നുണ്ട്. എടാ ബഫണ്ണെ കിട്ടി, അതൊരു ലെക്കായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ എന്ന് കരുതി പള്ളക്ക് എന്തിനാ കയറ്റുന്നേ? ഒന്നും പറയണ്ട മച്ചു, സാധനം ഈ സ്പിന്നിൽ കിട്ടിയ അടിപൊളിയാവും. ഇനി നമുക്ക് നേരത്തെ തൊട്ട പോലെ തന്നെ തൊട്ട് നോക്കിയാലോ. ബഫണ്ണേയും തൊടാം, പിർലോനും തൊടാം. ബഫണ്ണേയും തൊടാം, പിർലോനും തൊടാം. ബഫണ്ണേയും തൊടാം, പിർലോനും തൊടാം. നോക്കാം നമുക്ക്. എന്നിട്ട് ബാക്ക് വരാം. ഇത് നമുക്കൊരു ട്രിക്കാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നേരത്തെ നമ്മൾ ഇങ്ങനെ ഇറക്കിയപ്പോൾ സാധനം കിട്ടി. ലെറ്റ്സ് ഗോ ബാഡി, കം ഓൺ ബോയ്. ഓ എടാ തിരില്ലടാ. ആ ബഫണ്ണയ്ക്ക് നേരത്തെ തന്നപ്പോഴേ തോന്നി. പക്ഷേ എന്നാലും ആ 3 അടുപ്പിച്ച് ഇന്നലെ അവൻ അടിച്ചില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊന്നും കിട്ടില്ലടാ. അതൊക്കെ എപ്പിക്ക് സാധനമല്ല അങ്ങനെ കിട്ടണതൊക്കെ. അത് അങ്ങനെ നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കിട്ടില്ല, അതൊരു വിഷമാട്ടോ. കുഴപ്പമില്ല, എന്നാലും ചെക്കന് കിട്ടിയല്ലോ, അതിൻ്റെ ഭാഗ്യം. അത് ഒരു തരിക്കൽ വന്നു ഫോണിൽ, ട്രെന്നുണ്ട് വൈബ്രേഷൻ. രസമായിരുന്നു അത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഒരിപ്പിച്ച് 3 കിട്ടണത്. വെറുതെ ഒരു സ്പിൻ കൊടുത്ത് നോക്കാം, തന്നാൽ മതിയായിരുന്നു. അതും തരുന്നില്ല കേട്ടോ. ഇവന്മാർ വലിപ്പിക്കല, ഇനി നല്ല വലിപ്പിക്കും തോന്നുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ CF ആണ് ഇത്, നമ്മുടെ മറ്റവൻ കീൻ, മൂസക്കീൻ ഫ്രോം ഫ്ലോറന്റീന തന്നെ അല്ലേ? അതെ, ഫ്ലോറന്റീന തന്നെ. നമ്മളെ ലേറ്റ് ഫുട്ബോൾ നോളജ് ഉള്ളവനാ അല്ലേ? നോട്ടേട്ടോ, തമാശ കളിക്കല്ലേ? അല്ലോ, നമ്മളെ പറഞ്ഞില്ലേ, അത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്പിൻ. നമുക്ക് വേണ്ടാത്തവനെ ഒട്ട് നോക്കിയാലോ. ഇവനാണ് ഇതിൽ വേണ്ടാത്തത്. ഓനെ തൊട്ട് ഡീറ്റെയിൽസ് നോക്കാം. എന്നിട്ട് 3 ക്യാൻസൽ അമർത്തിയിട്ട് നമുക്ക് സ്പിൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പ്ലെയറായി പിർലോനെ കിട്ടു നോക്കാം. കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. സമാധാനിക്കും നിങ്ങൾ. എന്ത് സമാധാനിക്കും? നിങ്ങൾക്കല്ല സമാധാനം, നമുക്കിവിടെ ടെൻഷൻ. നിങ്ങൾക്ക് സമാധാനം ഇല്ലല്ലോ പറഞ്ഞ പോലെ. വീണ്ടും ചിക്കൻ ബിരിയാണി ആണല്ലോ ഇത്. ബാസ്റ്റോണി ആവൂല ഇനി. ഗാട്ടി ഫ്രം യുവൻറ്റസ്. ഗഡ്യമോൻ. ഇനി അടുത്തത് 5000 കോയിനുള്ളൂടാ. പെട്ടെന്നിട്ട് ഞാൻ ആ പാക്ക് കൂടി ഇറക്കാം. പിന്നെ ആ ഫ്രാൻസിൻ്റെ പാക്കൊന്നും എടുത്തു തരാൻ പറഞ്ഞിട്ട് ചങ്ങായി. പിർലോൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പിർലോ മൂക്കോണ്ട കേട്ടോ പ്രാവശ്യം. മൂക്ക്, ഇതാണ് മൂക്ക് പ്രയോഗം. DMF ആണ്. മാറി വാ ചങ്ങായി. ആശേ ടൊണാലി അല്ലേ? ലൊക്കാട്ടലിയാണോ? ലൊക്കാട്ടലി സൗസോള. ഇപ്പോൾ സൗസോള. ലൊക്കാത്തല്ലി. എന്താ മൂക്ക് പ്രയോഗം നടക്കണില്ല. മൂലം കൊണ്ട് പ്രയോഗിക്കേണ്ടി വരുമോ? വേണ്ട. 4700 കോയിനുണ്ട്. ഇതിൽ നമുക്ക് കിട്ടും, എന്തായാലും കിട്ടാം. സ്പിൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് വലിപ്പിക്കും തോന്നുന്നുണ്ടോ? ഞാൻ മൂക്കച്ച വലിപ്പിച്ചിട്ട് ആ നായ്ക്കൾ തരില്ല. പക്ഷെ എന്തൊരു കഷ്ടത്. അയ്യോ, ലെക്ക് പറഞ്ഞ സാധനം അടുത്ത് കൂടെ സൈഡിൽ കൂടെ ഒന്നും പോവാത്ത പോലെ. മരക്ക് എങ്ങനെ സാധിക്കുന്നടോ ഇതൊക്കെ? എനിക്ക് മനസ്സിലാവണില്ല മച്ചു. എന്നാ പിർലോനെ തരണട്ടോ. ഇനി തരികയാണെങ്കിൽ ആ പിർലോനെ തരണം. ഇനി ആ സാമ്രോട്ടനെ തന്നാൽ ഇടിക്കും പിടിച്ചിട്ട്. നായ്ക്കളെയും കൊണ്ട് തോറ്റു സ്റ്റാ. നമ്മളിത് എന്ത് കളിച്ചിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ട പ്ലെയർമാർ തരില്ലേ? എന്തായാലും കൊണാമി. സോ നെക്സ്റ്റ് പിൻ കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ക്യാൻസൽ 900. നോക്കാം. നോക്കണ്ട, എനിക്ക് തോന്നല്ല തരുന്ന്. അമ്മാതിരി ചാമ്പല അവിടെ ബാസ്റ്റോണിനെ ഇട്ടിട്ട് ഇത് ഇറ്റലിയുടെ സ്കോഡ് ഉണ്ടാക്കാനുള്ള പ്ലേയേഴ്സിന് എന്തൊക്കെ ഇച്ചിരി വേൾഡ് കപ്പ് കളിക്കല്ല എന്ന് ആരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴങ്ങന്മാരുടെ 2900 കോയിനുണ്ട്. ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് പാക്ക് എടുക്കാന്നുള്ളൂ. അല്ലേ പിന്നെ കാര്യമില്ല കേട്ടോ. ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് പാക്ക് എടുക്കാം. 3 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഫ്രാൻസ് പാക്ക് എടുത്തതിന് നമുക്ക് വേൾഡ് കപ്പ് ആണല്ലോ മിന്നിക്കുക, ദശാംശം കൊണ്ട് പിന്നെ ചെങ്ങായി പറഞ്ഞു ഫ്രാൻസ് പാക്ക് എടുക്കണമായിരിക്കും ബെറ്റർ എന്ന്. പക്ഷെ എന്തായാലും പിർലോ ആണ് മൂപ്പർക്ക് മെയിനായിട്ട് വേണ്ടത്. പിർലോ നോക്കാം നമുക്ക് എന്തായാലും കിട്ടുമെന്ന്. സോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, RB ആണ്. അപ്പോൾ വീണ്ടും അവർ ചാമ്പ്യൻ കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ചാമ്പലല്ലേ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ അങ്ങനെയാടാ. സാംബ്രോട്ടേനെ തന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവന്മാർ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ഇവന്മാർ വരില്ല. റൈറ്റ് ബാക്ക് വേണ്ടായിരുന്നു, അവിടെ തന്നെ അവന്മാർ തന്നു. അപ്പോൾ വീണ്ടും നമ്മളെ ചാമ്പ്യൻ ഉണ്ട്. എന്താ ചെയ്യുക? 2000 കോയിൻ. ഇനി 2 സ്പിൻ എടുക്കാറുണ്ട്. ഓക്കെ, 2 സ്പിൻ നോക്കാം, നോക്കാം എന്തായാലും. ബഫൺ കിട്ടിയതാ ബഫൺ. എന്നാലും കിട്ടിയത് തൊട്ടുമ്പോൾ പിന്നെ അവന്മാർ അതിൻ്റെ അപ്പുറത്തുള്ള തന്നാലോ. ഇവനെ മാത്രം എന്തിനാണ് അവിടെ വെച്ചാൽ? പിർലോനും കൂടി നന്നെങ്കിൽ അത്രയും സമാധാനമല്ലേ. നിങ്ങൾ കാണിച്ച പരിപാടി. 29 പ്ലേയേഴ്സ് ഉണ്ട് ബാക്കി. ചിന്തിക്ക്. ആരേ തൊട്ടു തരും തോന്നുന്നുണ്ട് കേട്ടോ. തരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റത്തെ 10 പേരിലൊന്നും പിർലോനെ വെക്കി നിൽക്കി തോന്നുന്നില്ല. അതിനുള്ള ബുദ്ധിയൊന്നും അവന്മാർക്കില്ല. പൂക്കണ്ടായിരുന്നു. വലിപ്പിച്ചിട്ട് എങ്കോട്ടാടത്. ഇവനൊക്കെ വലിയ പരിചയമില്ല കേട്ടോ. പരിചയത്തുള്ള ആൾക്കാരെ ഞാൻ മിണ്ടാറില്ല. 1000 കോയിൻ കേട്ടോ. 1000 കോയിൻ. ഇതിലെങ്കിലും ഒന്ന് താൻ്റെ കൂണു. ബാക്കി 8 പേരെ അവിടെ വെച്ചിട്ട് എനിക്ക് ആലോചിക്കാൻ വയ്യട്ടെ കൂണോ. എന്ത് വാങ്ങിക്കാനാ? കുഴപ്പമില്ല, 3 പേരെ കിട്ടിയല്ലോ, അതെന്നെ സമാധാനം. ലാസ്റ്റ് ഞാൻ ഒന്നും പറയണില്ല. മരം ഇങ്ങനെ വലിയ കാര്യമായി. ആ മിക്ടോമിനേനെ അങ്ങോട്ട് തന്നിട്ട് വലിയ കാര്യമാവും. നമ്മൾ പേടിച്ചു, നമുക്ക് അറിയില്ലല്ലോ ആരാധവന്മാർ പേടിപ്പിക്കാൻ വന്നിക്കണു. ഇവിടെ നാണം ഉണ്ടാ നിനക്കൊക്കെ? കിട്ടിയത് ഓർത്തിട്ട് സന്തോഷിക്കുക, അല്ലാണ്ട് എന്താ പറയാ. ഇപ്പോൾ എന്താ ചെയ്യാലേ. പിർലോനവന്മാർ ലാസ്റ്റ് 200 കോയിൻ എന്തിനവന്മാർ അവിടെ വെച്ചിക്കണാവോ. കുഴപ്പമില്ല, എന്തായാലും ടാർഗറ്റിനെല്ലാം കിട്ടിയ വായത്തിന്. ഇതിലാകെയുള്ളത് 9 പ്ലേയേഴ്സാ. ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ. ഷെമീറിൻ്റെ അവസ്ഥയിലും എൻ്റെ പൊന്നേ പറയണ്ട. ആളുടെ സ്കോഡ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കറൻറ്റിൽ ആളുടെ സ്കോഡ് ഇതാണ്. സ്കോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡാണ്. ഇതിലിപ്പോൾ ആൾക്ക് ഗോൾ കീപ്പർ മസ്റ്റായിട്ട് വേണം പറഞ്ഞത്. ഒലിവർ ഖാനുള്ളൂ മൂപ്പരയിൽ. ഓക്കെ, അതിലേക്കപ്പോൾ നമുക്ക് എന്തായാലും ഇഞ്ചെക്ട് ചെയ്യാം അവനെ. ഓക്കെ, ബഫണിനെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് DMF ആയിട്ട് കിട്ടിയ നമ്മളുടെ പിർലോനെ ഇപ്പോൾ തൽക്കാലം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇവിടെ നമുക്ക് ഡൊയ്ഫിൻ്റെ വരെ ജസ്റ്റ് ഒന്ന്. അയ്യോ, പോയോ? തമാശ കളിയല്ലേ. ഓവൻ്റെ വരെടാ. ഓക്കെ, പിന്നെ റൈറ്റ് ബാക്ക് സാംബ്രോട്ട. ഓനാൾക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ റിലീസ് ചെയ്യാൻ വന്ന് കമൻറ്റ് ഒന്നും പറഞ്ഞിട്ട് ആൾ റിലീസ് ചെയ്യില്ല. അപ്പം ഇങ്ങനെയാണ് വെള്ളക്കിട സാധനം. പിന്നെ ഇപ്പം ഞാൻ എടുത്തിടാം. പിർലോ
ട്രെയിൻ ചെയ്യിക്കട്ടെ കേട്ടോ. ട്രെയിൻഡ് ബൂസ്റ്റർ ഉണ്ടറിയില്ല, ബൂസ്റ്റർ ഉണ്ടേ കൊടുക്കാം. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഒന്നുമില്ലടാ, കുഴപ്പമില്ല. ലെവൽ ട്രെയിനിങ് അടുത്തത് 108 കിട്ടും ബൂസ്റ്ററും കൂടി ഉണ്ടെങ്കിൽ. ഇപ്പോൾ 107 ആവും. നമുക്ക് സാംബ്രോട്ട പ്ലെയർ അല്ല ലെവൽ ട്രെയിനിങ് 3 പേരും കിട്ടി. പക്ഷെ അതൊരു ഹാപ്പി അല്ല, കാരണം ഇതിപ്പോൾ ആള് കറക്കിയാൽ ആൾക്ക് സിമ്പിളായിട്ട് കിട്ടിയായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കണത്. ഓക്കെ, വല്ലാത്തൊരു ചാമ്പലായി പോയില്ല, എന്നാലും എന്ത് പറയാനാടാ. കുഴപ്പമില്ല ബ്രോ, അലൻ ബ്രോ, സോറി. എനിക്ക് വേറൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ 1.5 ചാമ്പലാണ് നമ്മളെ കൊണാമി ചാമ്പിയത്. എല്ലാവരും കിട്ടിയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കിട്ടലാണ് കിട്ടിയത്. അതെൻ്റെ മുഖത്തടിച്ച് കിട്ടിയ പോലെ. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വേൾഡ് കപ്പ് സീസണൊക്കെയാണ്, എല്ലാവരും വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഉത്സാഹിക്കുക. അതുപോലെ തന്നെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കളി ഓൾറെഡി തുടങ്ങി. എനിക്ക് 2-3 ദിവസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി എന്തായാലും നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമ്മുടെ ഫുട്ബോൾ കോൺ അതിലായിരിക്കും ഇനി. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.